നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. ബ്രോ, ഇതെന്താ സംഭവം? എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ്? നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപോരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നത്. അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം, അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലരുടെയൊക്കെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അതെന്താണ് ബ്രോ? ഈ ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും, അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും, എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അടക്കം നീക്കം ചെയ്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കണം, വീഡിയോ മാത്രമല്ല പോവുക, അക്കൗണ്ടും പോകും. അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും? തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം പരാതി കൊടുക്കാവുന്നതാണ്. നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനോ ജിയാസ് ബ്രോയോ ഒന്ന് രണ്ട് പേരോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക. ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടം. മക്കളെ, നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ ബിഗ് സീറോ എന്നാണ് അവന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, സോഷ്യൽ മീഡിയ തുടങ്ങി. അതിനു മുന്നേ ഒറ്റമുറി വാടക വീട്ടിലേക്ക് ഒരുപാട് കാലം അവനിപ്പോ അഹങ്കാരി. അവന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയാണ്, യൂട്യൂബിൽ നിന്ന് എന്തൊക്കെയോ കാട്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത്. അവൻ കക്കാൻ പോയി, അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരാള് ഞാനാണ്. 5 മെസ്സേജ് നോക്കിട്ട് മൊബൈൽ കളിച്ചോടുന്ന പൈസ ഇട്ടുള്ളൂ. സ്റ്റോറിലെ ADC24 എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. പിന്നെ പൈസ ഇട്ടുള്ളൂ. ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു ഐഫോൺ എടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ മേടിക്കാനുള്ള പൈസ 2 ദിവസം ഗെയിം കളിച്ചുണ്ടാക്കിയത്. ഇതൊരു കളർ പ്രഡിക്ഷൻ ഗെയിമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ വോയിസിലൂടെ ക്യാഷ് ഏൺ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങൾ കേട്ട് കാണും. ഇല്ലീഗലായ പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം പേജുകൾ എല്ലാം തന്നെ ഇപ്പോൾ റിമൂവ് ആയിരിക്കുകയാണ്. അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു ചാനൽ റീച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്ര കഷ്ടപ്പാടുണ്ട് എന്ന് നമുക്കറിയാം. അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയതിന് ശേഷം വെറും താൽക്കാലികമായ ചില ലാഭത്തിന് വേണ്ടി അവർ ഇല്ലീഗലായ ഒരുപാട് പ്ലാറ്റ്ഫോമുകളെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലാറ്റുകൾ വാങ്ങുന്നു, കാറുകൾ വാങ്ങുന്നു, TV-കൾ വാങ്ങുന്നു, എല്ലാം ഇതാ ഈ ബെറ്റ് വെക്കുന്ന ചില ആപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം ഇതുകൊണ്ടാണ് വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രോതാക്കളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്ത ഒരുപാട് ചാനലുകൾ പോയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം പേജുകളാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രമുഖ ബ്ലോഗർമാരായ മല്ലു ഫാമിലി സുജിത്ത്, അതുപോലെ തന്നെ ഫസ്മിന സക്കീർ, അതുപോലെ തന്നെ വയനാടൻ ബ്ലോഗർ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ പേജുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. തീർച്ചയായിട്ടും ഒരുപാട് കാലത്തെ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അവർ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒറിജിനൽ പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓഫറുകൾ അവൾക്ക് വരും. അതൊന്നും ചെയ്ത് സാധാരണ ലാഭം പോരാ. പെട്ടെന്ന് ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്. 1ഉം 2ഉമല്ല, ചിലപ്പോൾ 10 ലക്ഷം 15 ലക്ഷം രൂപയൊക്കെയാണ് അവർ ഇതിനായിട്ട് ഓഫർ ചെയ്യുന്നത്. അത് കണ്ട് പെട്ടെന്നുള്ള ലാഭത്തിന് ആ പൈസ വാങ്ങിയിട്ട് അവരെ പെട്ടെന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ എടുക്കുന്ന ഈ തിടുക്കം അവസാനം അവരുടെ പേജ് തന്നെ ഇപ്പോൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. അവർക്ക് പേജ് തിരിച്ചു കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 100-ൽ ഒരു 10% മാത്രമാണ്. അവർ കിടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മോങ്ങുന്നത് നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ചാനലോ അല്ലെങ്കിൽ ഒരു പേജോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഫോളോവേഴ്സും അതുപോലെ തന്നെ റീച്ചും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തെ, ചിലപ്പോൾ ഒരുപാട് വർഷത്തെ തന്നെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടായിരിക്കും. ആ മല്ലു ബ്ലോഗൊക്കെ ഒരുപാട് പ്രയത്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചതിന് ശേഷമാണ് ഇവിടെ പേജൊക്കെ റീച്ചായത്. എന്നാൽ ആ റീച്ചായ പേജിലേക്ക് തന്നെ ഒരുപാട് നല്ല സാധനങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സാഹതാർഹമാണ്. എന്നാൽ ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള, കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരസ്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അത്തരം ഈ വാഗ്ദാനങ്ങളിൽ മയങ്ങി ചെറിയ കുട്ടികളെല്ലാം ബെറ്റുപോലുള്ള ആപ്പുകളിൽ കളിച്ച് ഒരുപാട് പൈസകൾ കളയുന്നതും അതിനുശേഷം ആത്മഹത്യയിലേക്കൊക്കെ, കുടുംബത്തിലേക്കൊക്കെ ആത്മഹത്യയും മറ്റു കാരണങ്ങളെല്ലാം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനാലാണ് ഗവൺമെൻറ് ഇത്തരം ആപ്പുകളെല്ലാം തന്നെ നിരോധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ചാനലുകൾ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം
തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോളാണ് നമ്മളെ മല്ലു ഫാമിലി ആയാലും വയനാടൻ ബ്ലോഗർ ആയാലും ഫസ്മിന സക്കീർ ആയാലും അവരുടെ എല്ലാം പേജുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാണ് ഗൈസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെടുന്നതിന് എന്തായാലും താഴ്വെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക ലാഭ്യം മാത്രം ഉന്നം വെച്ചുകൊണ്ട് എന്തെങ്കിലും കൈ കിട്ടുന്ന ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ആപ്പ് എന്താണ്, അതുകൊണ്ട് എന്താണ് പ്രയോജനം, അത് ഫേക്കാണോ, അത് ഗവൺമെൻറ് റെഗുലേഷൻ ആക്ടിന് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എല്ലാം നമ്മൾ എന്തായാലും തിരയേണ്ടതാണ്. അത്തരം തിരയലുകൾ ഒന്നും തന്നെ നടത്താതെ നമ്മൾ പെട്ടെന്ന് തന്നെ പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ പള്ള കീറിയിട്ട് അതിനെ മുട്ട എടുക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ താറാവും ചത്തുപോകും, പിന്നെ മുട്ടയും കിട്ടില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിക്കൊള്ളുന്ന ഇത്തരം സക്സസ് ആയ പേജുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഏതായാലും ശ്രദ്ധിക്കണം. ഇത്തരം ഫേക്ക് ആപ്പുകളെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.